ഇപ്പൊ എപ്പോഴെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിയ സമയത്ത് ഇപ്പൊ അയാളോട് ചോദിച്ചിട്ടുണ്ടോ ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത സമയം എപ്പോഴാണ്, അല്ലെങ്കിൽ ഏകദേശം എത്ര വർഷമായി ഇത് യൂസ് ചെയ്തത്? ചോദിച്ചിട്ടില്ല. പിന്നെ എന്താ ചോദിച്ചത്? ഓണാവുന്ന എന്താ ചെക്ക് ചെയ്തത് നോക്കിയിട്ട്? സെറ്റിംഗ്സ് ഞാൻ അറിയാം. ആദ്യം സെറ്റിംഗ്സ് പോയിട്ട് എബൌട്ട് ഫോൺ എടുത്ത് എന്നിട്ട് സ്റ്റോറേജ് നോക്കി. അപ്പൊ BH നോക്കിയിരുന്നു, ബാറ്ററി ഹെൽത്ത്, പിന്നെ ക്യാമറ ഓണാക്കിയിട്ട് ക്ലിയർ ഉണ്ടോ അല്ലെ? ഐഫോണിൽ മെയിനായിട്ട് ആളുകൾ നോക്കുന്നത് BH അതുപോലെ തന്നെ ക്യാമറ. നമ്മൾ ആക്ച്വലി നിങ്ങളൊരു സാംസങ് യൂസർ ആണെന്നില്ല, ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു സാംസങ്ങിന്റെ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ഫോൺ ഇപ്പോൾ സാംസങ്, ഞാൻ സെക്കൻഡ് ഹാൻഡിന്റെ എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പിൽ പോയി സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന സമയത്ത് അത് എത്ര കാലമായി യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ അത് അറിയാൻ വേണ്ടി പറ്റും സാംസങ് യൂസേഴ്സിന് മാത്രം. നമ്മൾ ഈ കൊടുത്ത നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസിൽ RF കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓപ്ഷൻ അല്ലാതെ ഒരു നമ്പർ ആയിട്ട് കാണിക്കും. ആ നമ്പർ ആക്ച്വലി ഇത് വെറൊരു നമ്പർ അല്ല, അത് ആ ഡേറ്റ് ആണ്, ഇയർ മന്ത് ഡേറ്റ്. ആ ഡേറ്റിലായിരിക്കും ആ ഒരു ഫോൺ ഫസ്റ്റ് ആയിട്ട് യൂസിങ് തുടങ്ങിയിട്ടുണ്ടാവും. സോ ഇഫ് യു ആർ എ സാംസങ് യൂസർ യു ഷുഡ് ട്രൈ ദിസ്. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വാങ്ങിയ സെക്കൻഡ് ഫോണ് ഏകദേശം എത്ര വർഷമായി ഉപയോഗിക്കുന്നു എന്നാണ് അത് ഫസ്റ്റ് ആയിട്ട് ഉപയോഗം തുടങ്ങിയെന്നുള്ളത്. ഓക്കെ, ഐഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ല, സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അയാൾ പറഞ്ഞു തരുന്നത് എന്താണോ അതാണ്. ഓക്കെ, സോ എല്ലാവരും നിങ്ങൾ സാംസങ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.